നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി. ബിലാസ്പൂർ NIA കോടതി ജാമ്യം നൽകിയതോടെയാണ് സിസ്റ്റർമാരായ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും മോചിതരായത്. ദുർഗിലെ വിശ്വദീപം കോൺവെന്റിലേക്ക് ഇരുവരും തിരിച്ചെത്തി. നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെറും സംശയത്തിന്റെ പേരിലെന്നാണ് NIA കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. കുറ്റാരോപിതർ സ്ഥിരം കുറ്റവാളികളല്ല. 3 പെൺകുട്ടികളിൽ 2 പേർ കുട്ടിക്കാലം മുതൽ ക്രൈസ്തവ വിശ്വാസികളാണെന്ന് സത്യവാങ്മൂലമുണ്ട്. പെൺകുട്ടികൾ പോയത് മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണെന്നും സത്യവാങ്മൂലം വ്യക്തമാക്കുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2 ആൾ ജാമ്യം, 50,000 രൂപ ബോണ്ട്, പാസ്പോർട്ട് കെട്ടിവെക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് NIA കോടതി ജാമ്യം അനുവദിച്ചത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തരുതെന്നും നിർദ്ദേശം. ജാമ്യം ലഭിച്ചതോടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആഹ്ലാദത്തിലായി. സന്തോഷമായോ? ഉച്ചയ്ക്ക് ശേഷം ജാമ്യ ഉത്തരവ് ജയിലിലെത്തിച്ചതോടെ 2 കന്യാസ്ത്രീകളും 9 ദിവസത്തിനു ശേഷം പുറത്തേക്ക്. ജാമ്യം ലഭിച്ച സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ദുർഗിലെ വിശ്വദീപം കോൺവെന്റിലേക്ക് തിരികെ എത്തി. കേരളത്തിലേക്കാണോ പോകുന്നത്? ഇല്ലില്ല, ഞങ്ങൾ ഇന്ന് ബ്രദേഴ്സ് കേരളത്തിലേക്ക് പോകുന്നു. ഇന്ന് വരുന്നില്ല. ഇന്ന് ഞങ്ങളുടെ കൂടെ വരുന്നില്ല. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കോൺവെന്റിലാണ് കന്യാസ്ത്രീകൾ ഇന്ന് വിശ്രമിക്കുക. മാധ്യമങ്ങളോട് വാ തുറക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് NIA കോടതി ജാമ്യം അനുവദിച്ചത്. നീതിയുടെ ആദ്യകിരണം ജാമ്യത്തിന്റെ രൂപത്തിൽ കിട്ടിയെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ കടന്നുവരവോടെ ആശങ്കയിലാണ് സഭ. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. മലയാളി കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിൽ ആശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും സഭാ നേതൃത്വം ആശങ്കകൾ മറച്ചുവെക്കുന്നില്ല. കേസ് റദ്ദാക്കണം എന്നാണ് ആവശ്യം. ജാമ്യം ലഭിച്ചെങ്കിലും കേസ് റദ്ദാക്കുന്നതുവരെ സമരമെന്ന നിലപാടിലാണ് ഇടതുപക്ഷവും കോൺഗ്രസും. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ആട്ടിൻതോലിട്ട ചെന്നായികളാണ് കേക്കുകളുമായി അരമനകൾ കയറി ഇറങ്ങുന്നതെന്നൊരു വാചകം 2023 ക്രിസ്മസ് കാലത്ത് പറഞ്ഞ. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത് കേരളത്തിലെ BJPക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ വന്നതോടെയെന്ന് ജോൺ ബ്രിട്ടാസ് MP. ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിൽ ഇവർക്ക് എന്ത് അവകാശവാദം ഉന്നയിക്കാനാണ്? യഥാർത്ഥത്തിൽ കുറ്റബോധത്തോടു കൂടിയിട്ട് ഇവിടുന്ന് പോകേണ്ടി വരും. കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ ചില തിരിച്ചറിവുകൾ ലഭിച്ചുവെന്ന് KCBC അധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ കാര്യങ്ങളിൽ സഭ മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു തിരിച്ചറിവ് ലഭിച്ചു എന്നുള്ളത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ജാമ്യം കിട്ടിയെങ്കിലും കേസ് എത്രയും വേഗം ഇല്ലാതാക്കാൻ നടപടിയുണ്ടാകണമെന്ന് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കന്യാസ്ത്രീകളുടെ മോചനത്തിന് ആത്മാർത്ഥമായി ശ്രമിച്ചത് BJP മാത്രമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇവിടെ ഒരു ഡ്രാമയോ പൊളിറ്റിക്കൽ ഡ്രാമ നടന്നില്ലെങ്കിൽ ഇത് 3 ദിവസം മുമ്പേ നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു. അത് നടന്നില്ല. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചെങ്കിലും വിഷയത്തിന്റെ അലയൊലികൾ ഉടനൊന്നും അടങ്ങില്ല എന്നാണ് രാഷ്ട്രീയ സഭാ നേതൃത്വങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക് 24. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ ക്രൈസ്തവ വിഭാഗത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള BJP കേരള ഘടകത്തിന്റെ ശ്രമം പാഴായി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ ശക്തമായ എതിർപ്പും രൂപം കൊണ്ടിട്ടുണ്ട്. കയ്യിലിരുന്നത് പോയി, ആകാശത്തിരുന്നത് കിട്ടിയതുമില്ല. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് പാർട്ടിക്കുണ്ടാക്കിയ പ്രതിസന്ധിയെപ്പറ്റി BJP സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു നേതാവിൻ്റെ പ്രതികരണമാണിത്. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് കടന്നു കയറാൻ വർഷങ്ങളായി നടത്തിവരുന്ന ശ്രമങ്ങൾ തകർന്നു തരിപ്പണമായതിന് നിരാശ ഈ വാക്കുകളിലുണ്ട്. 2023 ഏപ്രിൽ 25 കേരളത്തിലെ 8 ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ കൊച്ചിയിൽ വെച്ച് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കെത്തിച്ചാണ് BJP ക്രൈസ്തവരിലേക്ക് പാലമിടാൻ ഗൗരവമായ ഇടപെടൽ തുടങ്ങിയത്. മർത്തോമ സഭയുടെ അധ്യക്ഷനൊഴികെയുള്ള എല്ലാ പ്രധാന സഭകളിലെയും മേധാവികൾ പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയിരുന്നു. 2024 തൃശൂർ വിജയത്തോടെ സഭാ വോട്ടർമാർ പാർട്ടിയുമായി അടുക്കുന്നുവെന്ന് സന്തോഷിക്കുകയും ചെയ്തു. ജോർജ് കുര്യനെ മന്ത്രിയാക്കി ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയും കാട്ടി. ഇങ്ങനെ കെട്ടിപ്പൊക്കിയ മോഹക്കൊട്ടാരമാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ തകർന്നു വീണത്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് പാർട്ടിയെ പിന്തുണച്ചിരുന്നവർ പോലും കൈവിട്ടുവെന്ന ഞെട്ടലാണ് BJP സംസ്ഥാന നേതൃത്വം.
ക്രൈസ്തവ വിഭാഗം പൂർണ്ണമായി കൈവിടുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകുമെന്നും BJP നേതാക്കൾ ഭയപ്പെടുന്നുണ്ട്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ BJP സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്ത രീതിക്കെതിരെയും പാർട്ടിയിൽ അതൃപ്തി പുകയുന്നുണ്ട്. കേസും അറസ്റ്റും ഉണ്ടായതിനു പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിക്ക് പങ്കില്ലെന്ന് പ്രസ്താവന നടത്തിയിലാണ് പിഴവ് ആരോപിക്കുന്നത്. ഇതോടെയാണ് കോൺഗ്രസ് ശക്തമായി രംഗത്തിറങ്ങിയതെന്നാണ് ആക്ഷേപം. വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ഇടപെടുവിച്ചതിലും ഒരു വിഭാഗം നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെ പഴിക്കുന്നുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് രാജസ്ഥാനിലും മലയാളിക്കെതിരെ കേസ്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. ഭീതിയോടെയാണ് കഴിയുന്നതെന്ന് 21 വർഷമായി രാജസ്ഥാനിലെ ദൌസയിൽ പാസ്റ്ററായി പ്രവർത്തിക്കുന്ന തോമസ് ജോർജ് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് രാജസ്ഥാനിൽ മലയാളി പാസ്റ്റർക്കെതിരെ എടുത്ത കേസ്. കഴിഞ്ഞ ജൂൺ 29-ന് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കെ ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രതിഷേധവുമായെത്തി. ജൂലൈ 6-ന് ബജ്രംഗ് ദൾ RSS പ്രവർത്തകർ മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് ആരാധനാലയം തകർക്കാൻ JCBയുമായെത്തി. 100ഓളം പോലീസുകാർ എത്തിയാണ് തോമസ് ജോർജ് ഉൾപ്പെടെയുള്ളവർക്ക് സംരക്ഷണം നൽകിയത്. ജൂലൈ 15-ന് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിൽ തോമസ് ജോർജിനെതിരെ ദൌസ പോലീസ് കേസെടുത്തു. മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചരണം എന്നീ കുറ്റങ്ങൾക്കാണ് കേസ്. 6-ാം തീയതി സൺഡേ ഏകദേശം 500ഓളം ആൾക്കാർ JCB ഒക്കെ ആയിട്ട് ചർച്ചടിക്കാൻ വേണ്ടി വന്ന വലിയ ബഹളമായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞങ്ങളിലുണ്ട്. വലിയ ബഹളമായിരുന്നു. അവർ വന്നിച്ച് പറയുന്ന കാര്യം ഞാൻ തരം പരിവർത്തനം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഞാൻ ഇതുവരെയായിട്ട് ആരെയും മതം മാറ്റിയിട്ടില്ല. ഞങ്ങളവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആൾക്കാർ വരുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. കടുത്ത ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ രാജസ്ഥാനിൽ നിന്ന് മാറി നിൽക്കുകയാണ് തോമസ് ജോർജ്. 24, ഡൽഹി. അന്തരിച്ച പ്രമുഖ ചിന്തകനും എഴുത്തുകാരനുമായ പ്രൊഫസർ MK സാനുവിന്റെ പൊതുദർശനം അല്പസമയത്തിനകം അമൃത ആശുപത്രിയിൽ തുടങ്ങുമെന്നറിയുന്നു. സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. സൂര്യശ്രീ, അമൃത ആശുപത്രിയിൽ പൊതുദർശനമുണ്ട്. അതിന്റെ ക്രമീകരണങ്ങളോടെ പൂർത്തിയായോ? ആരൊക്കെയുണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ? കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തിലെ സർവാദരണീയനായ ശബ്ദമായിരുന്നു MK സാനു എന്ന സാനു മാഷ്. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് ഈ വൈകുന്നേരത്തോടെ വന്നത്. 5:35 അദ്ദേഹത്തിന്റെ അന്ത്യം ഇവിടെ കൊച്ചി ഇടപ്പള്ളിയിലെ അമൃത ആശുപത്രിയിൽ വെച്ച് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ ആശുപത്രിക്ക് പുറത്തേക്ക് കൊണ്ടുവരും. 9 മണിവരെ അമൃത ആശുപത്രിയിൽ പൊതുദർശനത്തിന് വയ്ക്കുമ്പോൾ ഇവിടെ ആശുപത്രിയിലേക്ക് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ തന്നെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. വൈകുന്നേരം 5:35 കൂടിയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ 25-ാം തീയതി വസതിയിൽ വെച്ച് വീണതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഇടുപ്പെല്ലിന് കാര്യമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് അദ്ദേഹം ഒരു ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞിരുന്നു. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ നില വഷളാവുകയായിരുന്നു. തുടർന്ന് ശ്വാസതടസ്സവും ന്യൂമോണിയയും ഒക്കെ ഉണ്ടായി. ഇന്ന് വൈകുന്നേരം 5:35 കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. വളരെ എല്ലാവർക്കും സാംസ്കാരിക മണ്ഡലത്തിന് തന്നെയുണ്ടായ വലിയൊരു വിയോഗം എന്ന് തന്നെ പറയാം. നവാസിന്റെ വിയോഗത്തിന് ശേഷം അടുത്ത് തന്നെ നമ്മുടെ മലയാള സാംസ്കാരിക രംഗത്തുണ്ടായ വലിയ വിയോഗമാണ് സാനു മാഷിന്റെ ഈ ഒരു വിടവാങ്ങൽ. സാഹിത്യ വിമർശകൻ, ജീവചരിത്രകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ, അങ്ങനെ മലയാളത്തിന്റെ സർവ്വ ഭാഗങ്ങളിലും അക്ഷരാർത്ഥത്തിൽ ഹിമവൽ സാനു എന്ന് തന്നെ പറയാവുന്ന ഒരു ജീവിതമായിരുന്നു സാനു മാഷിന്റേത്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അകലെ വിവേകികൾ എന്ന് അദ്ദേഹം എഴുതി വെച്ചതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ അന്യജീവികൾക്ക് വേണ്ടി സ്വജീവിതം സമർപ്പിച്ച വ്യക്തി ആയിരുന്നു സാനു മാഷ്. ഏതായാലും 9 മണിക്ക് ശേഷം നാളെ രാവിലെ 8 മണിയോടുകൂടി വസതിയിലേക്ക് എത്തിക്കും. ശേഷം വസതിയിൽ 10 മണിവരെ വസതിയിൽ പൊതുദർശനം ഉണ്ടാവും. തുടർന്ന് ടൗൺ ഹാളിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും. ശേഷം 5 മണിയോടുകൂടിയായിരിക്കും സംസ്കാരം നടക്കുക. ഏതായാലും ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉടൻ തന്നെ പൊതുദർശനത്തിന് വെക്കും. ഇവിടെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രജിൻ, രാഷ്ട്രീയ സാംസ്കാരിക കേരളത്തിലെ നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈബീഡൻ MP, MLA ടി.ജോ വിനോദ് അടക്കമുള്ളവർ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രജിൻ, സൂര്യശ്രീയാണ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കർണാടക ധർമ്മസ്ഥലയിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ SIT അംഗം ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. സിർസി സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയാണ് സാക്ഷിയുടെ അഭിഭാഷകർ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയത്. അന്വേഷണ സംഘത്തിൽ നിന്ന് ഇയാളെ മാറ്റണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന 5-ാം ദിവസവും തുടരുകയാണ്.
ഇന്നലെ രാത്രി ബെൽത്തങ്ങടിയിലെ SIT ഓഫീസിൽ വെച്ച് ഇൻസ്പെക്ടർ മഞ്ജുനാഥ ഗൌഡ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് അഭിഭാഷകർ നൽകിയ പരാതി. ചിലർ സമ്മർദ്ദത്തിലാക്കി പരാതി നൽകിയതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിലാക്കുമെന്നായിരുന്നു ഭീഷണി. സാക്ഷിയെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിച്ച് മൊബൈലിൽ വീഡിയോ എടുത്തു. പരാതി പിൻവലിക്കുവാൻ നിർബന്ധിച്ചുവെന്നും ആരോപണം. മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെ അഭിഭാഷകർ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. ഇയാളെ SITയിൽ നിന്ന് നീക്കണം എന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ഈ പുള്ളീനെ മാത്രം റൂമിൽ വിളിപ്പിച്ചിട്ട് അവിടെ നിന്ന് പേടിപ്പിച്ച് ഏതോ സ്പോട്ടിൽ പോകാന്നാലും വീഡിയോക്കാർ വേണം. വീഡിയോ വക്കീലിനെ വിടുന്നില്ലായിരുന്നു. വക്കീലിനെന്ന് പറഞ്ഞാൽ അവനെ മാത്രം വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. വക്കീലിനെ പുറത്ത് നിർത്തിയ സ്പോട്ടിൽ. ഇനിയിപ്പം വക്കീലും അതിൻ്റെ കൂടെ പോകണം. ലോകം കാണട്ടെ. എന്തായാലും ലോകം അറിഞ്ഞല്ലോ ഇവിടെ കുഴിച്ചിട്ടാന്ന്. ഇനി കുഴിച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് ലോകം അറിയണം. പരാതി അന്വേഷിക്കുമെന്ന് SITയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇന്ന് മണ്ണുമാറ്റി പരിശോധന നടത്തിയ 9ാം സ്പോട്ടിൽ നിന്നും കാര്യമായി ഒന്നും ലഭിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴ പരിശോധനയെ കാര്യമായി ബാധിച്ചു. 24 ധർമ്മസ്ഥല. ആലപ്പുഴ ചേർത്തലയിലേത് കൊലപാതക പരമ്പരയെന്നു സംശയം. സ്വത്തുക്കൾക്ക് വേണ്ടി പ്രതി സെബാസ്റ്റ്യൻ സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്നാണ് സൂചന. ചേർത്തലയിൽ നിന്ന് കാണാതായ ഐഷയുടെ കേസിലും പ്രതി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. കാണാതായ കോട്ടയം സ്വദേശിനി ജൈനമ്മ കൊല്ലപ്പെട്ടതായും ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു. 2002 കാണാതായ ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭൻ, 2024 കാണാതായ കോട്ടയം സ്വദേശിനി ജൈനമ്മ. പട്ടികയിലേക്ക് ഒടുവിലെത്തിയത് 2012 കാണാതായ ചേർത്തല സ്വദേശിനി ഐഷ. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂട അവശിഷ്ടങ്ങളിൽ നിന്ന് കൃത്രിമ പല്ല് ലഭിച്ചതോടെയാണ് ഐഷ തിരോധാന കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. കാണാതായവരിൽ കൃത്രിമ പല്ലുണ്ടായിരുന്നത് ഐഷയ്ക്ക് മാത്രം. വിശ്വാസമുണ്ട്, അല്ലാതെ അവർ നഷ്ടപ്പെടാൻ കാര്യമില്ല. അതന്നെയല്ല, ഇത്രയും സൗഹൃദത്തിൽ അവരിവിടെ വന്ന് JCB വിളിച്ച് തെളിക്കുക. അടുത്തയാളിൻ്റെ പറമ്പ് തെളിക്കണമെങ്കിൽ അവരുടെ തങ്ങളിൽ ബന്ധം ഉണ്ടായിട്ടില്ല അത് ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് കാണാതായ ജൈനമ്മ കൊല്ലപ്പെട്ടതായി ക്രൈംബ്രാഞ്ച് സംഘം സ്ഥിരീകരിച്ചു. ഇതൊരു കൊലപാതക കേസായിട്ട് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒന്നും പറയാറായിട്ടില്ല. നമ്മളതിന്റെ തെളിവ് ശേഖരണത്തിലാണ്. ജൈനമ്മയുടെ സ്വർണം വിൽപ്പന നടത്തിയ ചേർത്തലയിലെ സ്ഥാപനത്തിൽ സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് നടത്തി. സ്വർണം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ ആലപ്പുഴ, കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ അന്വേഷിക്കുന്ന കേസുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ആലപ്പുഴ. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ CPI കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷ വിമർശനം. വിനയം കൊണ്ട് വിശ്വത്തോളം വളരാമെന്ന് സെക്രട്ടറി കരുതരുത്. നിലപാടുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന ബോധ്യം വേണം. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാർ പരാജയം. K രാജൻ ഒഴികെയുള്ള CPI മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. അരുൺ രാജ് കൊല്ലത്ത് നിന്നും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, CPI ജില്ലാ സമ്മേളനം നടക്കുന്ന സമയമാണ്. ഇവിടെ ഇപ്പോൾ അതിരൂക്ഷ വിമർശനം പാർട്ടി സെക്രട്ടറിക്ക് നേരെ ഉയർന്നു. കൊല്ലത്ത് നിന്നും എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, സിപിഐയുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉയരുന്നത്. വിനയം കൊണ്ട് വിശ്വത്തോളം വളരാമെന്ന് ബിനോയ് വിശ്വം കരുതരുത് എന്നുള്ളതാണ് വിമർശനങ്ങൾ പ്രധാനം. ശൂരനാട് നിന്നുള്ള പ്രതിനിധികളാണ് ഈ വിമർശനം ഉന്നയിച്ചത്. നിലപാടുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന ബോധ്യം വേണം എന്നുള്ളതാണ് ഈ വിമർശനത്തിൽ പറയുന്നത്. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാർ പരാജയമാണ്. ജനങ്ങൾക്ക് ഇവരെ അറിയില്ല. പാർട്ടി സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ രാജ്യസഭാ എംപിമാരും എന്നിവർ മലബാറിൽ നിന്നുള്ളവരാണ് എന്ന വിമർശനം കൂടി ഉയരുന്നുണ്ട്. ഈ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്നത് പോലെയാണ് പാർട്ടി നോംസ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ തവണ മന്ത്രിമാരെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇത്തവണ അത് ഉൾപ്പെടുത്തിയതിനെതിരെയാണ് ഇത്തരം വിമർശനം ഉയർന്നത്. വിരമിച്ചവരെ PSC റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് മെമ്പർമാരായി നിയമിക്കുന്നു എന്നുള്ളതിലും വിമർശനമുണ്ട്. കേഡർമാരെ പരിഗണിക്കണം എന്നുള്ളതാണ് ഈ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. K രാജൻ ഒഴികെ CPI മന്ത്രിമാർക്കെല്ലാം കടുത്ത വിമർശനമാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഏൽക്കേണ്ടി വന്നത്. ഒരു കാര്യവുമില്ലാത്ത ചില മന്ത്രിമാരാണ് വകുപ്പുകൾ ഭരിക്കുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന രൂക്ഷ വിമർശനമാണ് സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർന്നിരിക്കുന്നത്. അവരെ കൊണ്ട് ഒക്കാത്തത് എടുപ്പിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. അതാണ് പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണമെന്നും വിമർശനങ്ങളിൽ പറയുന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വകുപ്പുകൾക്ക് കഴിയുന്നില്ല. സംസ്ഥാന നേതൃത്വത്തിന് സ്തുതിപാഠകർക്ക് മാത്രമാണ് പദവികൾ നൽകുന്നതെന്ന വിമർശനം കൂടി ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. എന്നാലും കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി സിപിഐയുടെ അരുൺ രാജാണ് കൊല്ലത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പിൽ നിന്ന് ഉപകരണം കാണാതായതിൽ അന്വേഷണത്തിനൊരുങ്ങി ആരോഗ്യവകുപ്പ്. DME അന്വേഷണം നടത്തും. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതികരിച്ചു. ഹാരിസിനോട് വിശദീകരണം തേടിയത് സ്വാഭാവിക നടപടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ജനപ്രതിനിധി വാങ്ങി നൽകിയ ഉപകരണം കാണാതായെന്ന സമിതി റിപ്പോർട്ടിലെ കാര്യം മന്ത്രി പുറത്തു പറഞ്ഞതോടെയാണ് ആരോഗ്യവകുപ്പിന്റെ വകുപ്പുതല അന്വേഷണം. DME ഡോക്ടർ വിശ്വനാഥന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറും. സർജറി ഉപകരണം കാണാതായതും മറ്റു ചില ഉപകരണങ്ങൾ ബോധപൂർവം തകരാറിലാക്കി എന്നത് അടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കും. വകുപ്പ് തല അന്വേഷണത്തിന് പിന്നാലെ ആവശ്യമെങ്കിൽ മാത്രം പോലീസിനെ സമീപിക്കാനാണ് ആലോചന. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഡോക്ടർ ഹാരിസ് ഹസന്റെ നിലപാട്. ഒരു ഉപകരണവും കാണാതായിട്ടില്ല. ഡോക്ടർമാർക്ക് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ഹാരിസ് ഹസൻ. കാണാതായതല്ല, അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അത് മാറ്റിവെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കുന്നില്ല, നമുക്ക് പരിചയമുള്ളതല്ല. എല്ലാ അന്വേഷണങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. അത് നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. ഡോക്ടർ ഹാരിസിനെതിരെ നടക്കുന്നത് പ്രതികാര നടപടിയെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രി എന്തെല്ലാം പറഞ്ഞാലും ഇവരിത് തന്നെ ചെയ്യും. ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടി ഉണ്ടാകും എന്ന് ഞങ്ങൾ എല്ലാവരും നേരത്തെ പറഞ്ഞതാണ്. വകുപ്പ് തല അന്വേഷണത്തിൽ എല്ലാം പരിശോധിക്കട്ടെ എന്ന് മന്ത്രി വീണ ജോർജ്. അദ്ദേഹത്തോടൊരു സ്വാഭാവിക നടപടിക്രമമാണ്, അതൊരു റൊട്ടീനായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അദ്ദേഹത്തോട് വിശദീകരണം തേടിയത്. കഴിഞ്ഞ ദിവസം ലഭിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസ് തിങ്കളാഴ്ച മറുപടി നൽകും. 24 തിരുവനന്തപുരം. ഇതോടെ 24 റൗണ്ട് പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.